കർണാടകയിൽ നിന്ന് ഉയർന്നു വന്നൊരു വിവാദം സാറിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആ വിവാദത്തിൽ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നതല്ല, അതിനപ്പുറത്ത് കെ എസ് രാധാകൃഷ്ണൻ എന്ന അക്കാഡമിക്കിൻ്റെ ഒരു കമൻറ്റിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം ആ വിഷയം ബേസിക്കലി പൊളിറ്റിക്കലാണെങ്കിൽ തന്നെ അതേ സെയിം ടൈം അത് കൾച്ചറലാണ്. അപ്പോൾ തന്നെ അത് ലിറ്റററി കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സംഗതിക്ക്. വിഷയം ഇതാണ്: കർണാടകയിൽ ദസറ മഹോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഇക്കൊല്ലത്തെ ചീഫ് ഗസ്റ്റായിട്ട് കന്നഡക്കാരിയായ ബാനു മുഷ്താഖിനെ വിളിച്ചു. ഇക്കൊല്ലം ബുക്കർ പ്രൈസ് കിട്ടി. കന്നഡക്ക് കിട്ടിയ ഒരു ആഗോള അംഗീകാരമാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു പ്രാദേശിക സാഹിത്യത്തിൽ ആദ്യമായിട്ടാണ് അത് കിട്ടുന്നത്. അത് വലിയ അംഗീകാരം. ഞാൻ തന്നെയല്ല ഒരു പ്രാദേശിക ആർക്കും കിട്ടിയിട്ടോന്ന് എനിക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ടോന്ന് എനിക്ക് അറിയില്ല, എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇല്ല. എന്തായാലും പക്ഷെ ഇവർക്കത് കിട്ടി എന്നുള്ളത് ഒരുപാട് പ്രത്യേകത ഉണ്ട് അതിന്. ഒന്ന് ഷോർട്ട് സ്റ്റോറിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഞാൻ ആ കളക്ഷൻ വായിച്ചു. കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ്. അപ്പോൾ ഞാൻ ആ പുസ്തകം തീർച്ചയായിട്ടും ഇന്ത്യക്കാർ സവിശേഷമായിട്ടും വായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ യാഥാസ്ഥികത്വത്തെ ഇത്രമേൽ രൂക്ഷമായി എഴുതിയൊരു പുസ്തകം ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ തീരെ ഉണ്ടാകില്ല. ശേഷം പിന്നെ അത് ആരും ചെയ്തിട്ടില്ല. കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ആദരവ് അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെ വിവാദം ഇതാണ്: ഒരു ഹൈന്ദവ ആത്മീയ മഹോത്സവം സാംസ്കാരിക ഉത്സവം ഉദ്ഘാടനം ചെയ്യിക്കുന്നത് ജന്മം കൊണ്ട് മുസ്ലിമായ, എന്നാൽ ഞാൻ സനാതന ധർമ്മത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല എനിക്ക് എന്നും ഇന്ത്യയുടെ എല്ലാ വൈവിധ്യങ്ങളോടും സംസ്കാരങ്ങളോടും ആദരവ് മാത്രമേ ഉള്ളൂ. എല്ലാ ആത്മീയ കേന്ദ്രങ്ങളെയും ദേവാലയങ്ങളെയും ഞാൻ ആദരിക്കുകയും ഒക്കെ സന്ദർശിക്കുകയും ചെയ്യാറുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എങ്കിലും ഇവരുടെ പേരാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ബാനു മുഷ്താഖാണ്, മുസ്ലിം, ജന്മം കൊണ്ട് മുസ്ലിമാണ്. അങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു ഹൈന്ദവ മഹോത്സവം ഉദ്ഘാടനം ചെയ്യിക്കാമോ എന്നാണ് ചോദ്യം. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട് കർണാടകയിൽ. ആ അന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പ്രസക്തമാകുന്നത്. അല്ലെങ്കിൽ ഇത് പ്രസക്തമല്ല. കാര്യമല്ല പ്രശ്നം, കാരണമാണല്ലേ, അടിസ്ഥാനപരമായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ട്. സിദ്ധരാമ ആ ഒരു രാഷ്ട്രീയം നിൽക്കുന്നു. ആ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ടുള്ള വേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് തന്നെയല്ല, അവിടുത്തെ ഈ മുസ്ലിം രാഷ്ട്രീയത്തെ ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്നല്ല, പണ്ട് മുതലേ. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ശരിയാണ് ഇത്. കാരണം ആ മുസ്ലിം രാഷ്ട്രീയ ബേസിനാണ് അവർ എടുക്കും. കാരണം അവിടെ വേറൊരു കാര്യമുള്ളതും ലീഗില്ല അവിടെ. ഇല്ല. ഉണ്ടായിരുന്ന ലീഗിനെ കോൺഗ്രസ് വിഴുങ്ങുകയും ചെയ്തു. അല്ല, അവിടെ ഇസ്ലാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ചെറുതായിരുന്നു. അവര് വലിയ ലീഗ് ഒന്നും ഉണ്ടായി. അതെല്ലാം കോൺഗ്രസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബേസാണ് ഈ മുസ്ലിം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊരു അടിസ്ഥാനപരമായിട്ടൊരു ഹിന്ദു ഉത്സവമാണ്. തീർച്ചയായിട്ടും. അല്ലാതെ അതൊരു സെക്കുലർ ഉത്സവമല്ല. നമ്മൾ ഈ പല കാര്യങ്ങളെയും സെക്കുലർ ആണെന്ന് വരുത്തി തീർക്കുകയാണ്. അത് റിലീജിയസ് ആണെങ്കിൽ എന്താ കുഴപ്പമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഉദാഹരണം പൂരം, തൃശ്ശൂർ പൂരം ഒരു റിലീജിയസ് റിച്വലാണ്. തീർച്ചയായിട്ടും ആണ്. അല്ലാന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ചന്ദനക്കുട മഹോത്സവം മുസ്ലിം ഉത്സവമാണ്. ഈ ചന്ദനക്കുട ഇതിനകത്ത് ഒരുപാട് ഹിന്ദുക്കൾ പങ്കെടുക്കാറുണ്ട്. കൂട്ടായി നേർച്ചയും കൊണ്ടോട്ടി നേർച്ചയൊക്കെ മുസ്ലിം ഉത്സവങ്ങളാണ്. അങ്ങനെ തന്നെ ഉണ്ടാവും. അതെ, അതിലൊരു കുഴപ്പമില്ല. ഇല്ല. ഞാൻ അതിനകത്തൊരു കുഴപ്പം കാണുന്ന ഒരാളല്ല. എൻ്റെ ഒരു വാദം എന്താ വെച്ചാൽ, ഇതൊരു ഹിന്ദു ഫെസ്റ്റിവലായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലെയും പള്ളികളിലെയും മോസ്കുകളിലെയും ഒക്കെ ഉത്സവങ്ങളുണ്ടല്ലോ, മറ്റേ റിലീജിയസ് റിച്വൽസ് അല്ലാത്ത ഉത്സവങ്ങളിൽ എല്ലാവരും പങ്കെടുക്കാറുണ്ട്. നാട്ടിലുള്ള എല്ലാവരും, ആ പ്രദേശത്തുള്ള എല്ലാവരും അതിനകത്ത് പങ്കെടുക്കും. അവിടെ പോയിട്ടാണ് ആളുകൾ കായിക ഇതൊക്കെ ചെയ്തിരുന്നത്. പാട്ട് കേട്ടിരുന്നത് എങ്ങനെയായിരുന്നു, കഥാപ്രസംഗം കേട്ടിരുന്നത് എങ്ങനെയായിരുന്നു, നാടകം കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു, ഇതൊക്കെ നമ്മൾ അവിടെ പോയിട്ടാണ്. അത് ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ, എല്ലാവരും വന്ന് കാണുമായിരുന്നില്ലേ. നമ്മൾ സംഘം ചേർന്ന് പോയിട്ടുണ്ട് സാർ ചെറുപ്പത്തിലെ. ആ അനുഭവം ഉണ്ട് എനിക്ക്. കാരണം ഞാൻ പഠിച്ചത് ഒരു മുസ്ലിം സ്കൂളിലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ കുടുംബ ബന്ധങ്ങളുള്ളവരുണ്ട്. ഇപ്പോഴും പല പ്രശ്നങ്ങൾക്കും ഞാൻ അവിടെ പോകേണ്ട ആവശ്യമുള്ളവരുണ്ട്. ഞാൻ BJP ആണെന്നുള്ളത് അവർക്കൊരു പ്രശ്നമില്ല.
കർണാടക BJP-ക്ക് അത് അവിടെ അല്ല, ഇതായിട്ടില്ല അവിടെ എന്നാണോ സാർ അവിടെ പറയുന്നത്? എന്ന് വെച്ചില്ല, അവിടെ ഇത് ഉള്ളത് അത് പൊളിറ്റിക്കൽ പോളറൈസ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലുള്ള ഈ പരിപാടികളിൽ അതൊരു ഹൈന്ദവ ഉത്സവമാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. പക്ഷേ ഇതിനൊരു മുസ്ലിം അതിനകത്തേക്ക് കടത്തുന്നത് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക കോൺഗ്രസിന്റെ ലക്ഷ്യം. കർണാടക കോൺഗ്രസിൻ്റെ ലക്ഷ്യം അതാണ്. അത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ആദ്യമേ തന്നെ അവരെപ്പോലുള്ള റൈറ്റർ അതിന് നിന്നുകൊടുക്കുകയും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഈ റൈറ്റേഴ്സിന് ഒരു പരിധി കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടില്ല. അത് മറക്കരുത്. ശരിയാണ്, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, അറിയാം. റൈറ്റേഴ്സിന് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടില്ല. അത് അവർ ഓർത്തിരുന്നാൽ അവർക്ക് കൊള്ളാം. ഇപ്പം അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. കേരളത്തിൽ തന്നെ ഓരോ ഘട്ടങ്ങളിൽ വിശേഷിച്ചും ഇടതുപക്ഷങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ട്, സാംസ്കാരിക എഴുത്തുകാരുണ്ട്. അവരൊക്കെ അത് കഴിഞ്ഞപ്പോൾ അവർ പുറന്തള്ളപ്പെട്ടു. സ്വത്വരാഷ്ട്രീയം പറഞ്ഞിരുന്ന സമയത്ത് ഒരു സെറ്റ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പലരും എൻ്റെ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. പക്ഷെ ആ സ്വത്വരാഷ്ട്രീയം കഴിഞ്ഞപ്പോൾ അവരും പോയി, ആ സ്വത്വരാഷ്ട്രീയവും പോയി. അവർ പിന്നെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ശബരിമല നവോത്ഥാനം വന്നപ്പോൾ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. ശബരിമല സംഗമം വരുന്നതോടുകൂടി അവർ പോകും. അപ്പോൾ ഒരു ബേസിക് ക്വസ്റ്റ്യൻ എന്താ പറയുക സാർ, കേരളത്തിൽ പോലും സാർ പറഞ്ഞ കറക്റ്റാണ്, ഞാൻ ഓർത്ത് നോക്കുമ്പോൾ കറക്റ്റാണ്. ഈ റിലീജിയസ് റിച്വൽസിനെ അന്യമത വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസികളോ അല്ലാത്തവരോ ആയ അന്യമതക്കാർ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കൾച്ചർ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. അത് കേരളത്തിൽ പോലും വന്നിട്ടില്ല. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ പണി അതല്ലേ, അവർക്കൊരു ജോലിയുണ്ടല്ലോ, അത് അവർ ചെയ്യട്ടെ. ഇപ്പം ദസറ ഉത്സവം ഒരു ഹിന്ദു മത അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിൻ്റെ ഫെസ്റ്റിവൽ കണ്ടന്റ് ഇല്ലാതെ ആകുന്നില്ല, കാർണിവൽ കണ്ടന്റും ഇല്ലാതെ ആകുന്നില്ല. അത് നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അതിന് പങ്കെടുക്കാം. മറ്റതിലെന്തിനാ ഈ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിൽ പങ്കെടുപ്പിക്കരുതെന്നാണ് എൻ്റെ വാദം. ശരി. കാരണം അത് ഒന്നാമത്തെ കാര്യം, ഈ പുതുതായിട്ട് ചെല്ലുന്ന ഒരാൾക്ക് അത് പറഞ്ഞാൽ ശരിയാകില്ല, ഒന്നാമത്തെ കാര്യം. ഇപ്പം ഞാൻ പോയിട്ട് കുർബാന ഉദ്ഘാടനം ചെയ്ത് എങ്ങനെയുണ്ടാകും? ബൈബിൾ അറിയാം, പക്ഷെ കാര്യമായില്ല. ആര് പറയുന്നു എന്നുള്ളതൊരു ഇഷ്യൂ, ആര് പറയുന്നു എന്നുള്ളതും അതിനകത്ത് ഘടകമാണ്. ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പൊളിറ്റിക്കൽ ഇഷ്യൂ. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്മ്യൂണലി ഭയങ്കരമായി ഡിവൈഡായിട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അല്ല, അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ ലക്ഷ്യം ആ ഡിവിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, BJP ഇപ്പോൾ സമരത്തിന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു കുഴപ്പം, BJP-യോട് മുസ്ലിം കമ്മ്യൂണിറ്റി സൂക്ഷിക്കുന്ന ഒരു അകലം ഉണ്ടല്ലോ, കർണാടക ഉണ്ടെന്നാണല്ലോ സാർ ഇപ്പോൾ സാറിനത് കുറെ കൂടി കൃത്യമായിട്ട് അറിയായിരിക്കും. അത് കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു നീക്കം BJP അത് ഇതിലൂടെ കുറച്ച് കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ? ഇതല്ല അതിനുള്ളൊരു വഴി. ഇപ്പം ശബരിമലയിൽ മേൽശാന്തിയെ നിശ്ചയിക്കുന്ന സമയത്ത് നമുക്കൊരു മുസ്ലിമിനെ വെച്ച് കളയാം, അങ്ങനെ വെച്ചിട്ട് മതസൗഹാർദ്ദം, അങ്ങനെ വെച്ചിട്ട് മതസൗഹാർദ്ദം, അതല്ല മതസൗഹാർദ്ദം. അല്ല, അതൊരു ഹിപ്പോക്രാറ്റിക്. നിങ്ങൾ മുസൽമാനായിരിക്കെ തന്നെ നിങ്ങൾ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കെ തന്നെ നമുക്ക് യോജിക്കാവുന്ന മേഖല കണ്ടെത്തുന്നതാണ് മതസൗഹാർദ്ദം. തീർച്ചയായിട്ടും. ഹിന്ദു കമ്മ്യൂണിറ്റിയെ അല്ലാതെ നിങ്ങളുടെ മതത്തെ മാറ്റിയെടുത്തിട്ട് നമുക്ക് മതസൗഹാർദ്ദം, അത് ശരിയല്ല. അല്ല, അത് സാധ്യമല്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇനി എഴുത്തുകാർ വിശേഷിച്ച് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലക്ക് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എഴുത്തിന് രാഷ്ട്രീയത്തിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ആർക്കുണ്ടായിട്ടുണ്ട്? ഒരാളുടെ പേര് പറയൂ. ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ആവശ്യക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കും. ഒരു ഒറ്റക്കടൊക്കെ ജയിച്ചു പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിൽക്കാം. കാരണം അത് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുകയും പറയുകയും ചെയ്യുകയാണെങ്കിൽ ഒരു എഴുത്തുകാരൻ നിലക്ക് നിൽക്കാം. നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ എഴുതുകയും പറയുകയും ചെയ്യുന്നതിന് നിങ്ങൾക്ക് നിൽക്കാനും പറ്റില്ല. ശരിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ബാനു മുസ്താഖ് എന്ന് പറയുന്ന ആ സ്ത്രീ, അവർ തീർച്ചയായിട്ടും
ഈ കർണാടകയിലെ ഇസ്ലാം തീവ്രവാദമല്ല, ഈ ക്ലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്കാൾ വൃത്തികേടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത്ര തന്നെ എഴുതിയിട്ടുണ്ട്. കേരളത്തിലേക്കാൾ വൃത്തികേടാണ്. കേരളത്തിൽ പിന്നെയെന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത കാരണം ഇവർക്ക് പോകാവുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ ക്ലർജി ലോകത്തെവിടെയും മനുഷ്യവിരുദ്ധമായ നിലപാടുകൾ എടുക്കാൻ കുപ്രസിദ്ധരാണ്. ഒരു ഉദാഹരണം, 1787 ഫ്രഞ്ച് വിപ്ലവം, 89 ആ 89 ഫ്രഞ്ച് വിപ്ലവ കാലത്ത് അവിടെ അന്ന് ഫ്രാൻസ് ദരിദ്ര രാജ്യമല്ല. ഫ്രാൻസ് ഇംഗ്ലണ്ടിനേക്കാൾ 3 ഇരട്ടി GDP ഉള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ആദ്യം കൊന്നത് ആരെയാണെന്നറിയാമോ? കത്തോലിക്ക പുരോഹിതന്മാരെയിരുന്നു. ഗില്ലറ്റിൻ ചെയ്ത് ആദ്യം അവരെ ഇരുന്ന്. ശരി. പിന്നീടാണ് രാജാക്കന്മാരെ ഗില്ലറ്റിൻ ചെയ്തത്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഗില്ലറ്റിൻ വന്നിട്ടുണ്ട്. പക്ഷേ പുരോഹിതന്മാരെ കൊന്നു. പുരോഹിതന്മാരെ അത്ര ദുസ്സഹമായിരുന്നു ഇവരുടെ ജീവിതം. സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അത്ര കാരണം അതൊരു റോമൻ കത്തോലിക്ക മത സാമ്രാജ്യം. ആത്മാവിൻ്റെ അധികാരികൾ പുരോഹിതരാണെന്നാണ് പറയുന്നത്. ആ അധികാരം വെച്ചിട്ട് ഇവർ മനുഷ്യരെ ഉപദ്രവിച്ചത് കയ്യും കണക്കില്ല. അതുകൊണ്ട് ആദ്യം കൊന്നൊടുക്കിയത് ഇവരെയാണ്, പുരോഹിതരെയാണ്. കാരണം പൗരോഹിത്യം എവിടെയും എപ്പോഴും ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ, എന്തിന് ഡോസ്റ്റോവസ്കിയുടെ ലെജൻഡ് ഓഫ് എ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ, ലെജൻഡ് ഓഫ് എ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ, അതിനകത്ത് ഇൻക്വിസിറ്ററായിട്ട് നിൽക്കുന്ന മറ്റേ മെത്രാസന പള്ളിയുടെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ യേശുദേവൻ തിരിച്ചു വരുന്നതാണ്. പഴയ രീതിയിൽ തന്നെ അന്ധന് കാഴ്ച കൊടുത്ത്, ബധിരന് കേൾവി കൊടുത്ത്, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, കുട്ടികളുമായി ആഹ്ലാദത്തോടുകൂടി ഒലീവിലെ കൊമ്പുകൾ വിളിച്ച് കുട്ടികളോടൊപ്പം കടന്നു വരികയാണ്. അപ്പോഴാണ് ഇയാൾ നേരെ പറഞ്ഞ് എടുത്തകത്തിടാൻ പറഞ്ഞു. അകത്തിട്ട് കഴിഞ്ഞിട്ട് ഇയാൾ രാത്രി ഒരു പന്തവും പിടിച്ചുകൊണ്ട് അവിടെ ചെല്ലുന്നുണ്ട് ഒറ്റയ്ക്ക്. ചെന്നിട്ട് പറഞ്ഞ്, നിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീയാണെന്ന്. നീ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത്, ഞങ്ങളത് അപ്പം കൊടുത്ത് തിരിച്ചു വാങ്ങിച്ചു. അവർക്കതിൻ്റെ ആവശ്യമില്ല. നിൻ്റെ കൂടെ ആർത്തുലച്ചു വന്ന ഈ ജനമുണ്ടല്ല, നാളെ ഞാൻ ഒന്ന് കൈ ഞൊടിച്ചു കഴിഞ്ഞാൽ അവർ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. ഈ ധിക്കാരം ക്ലർജിക്കുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ധിക്കാരം ക്ലർജിക്കുണ്ട്. ആ ധിക്കാരം ക്ലർജിക്കെതിരെ അവർ ഫൈറ്റ് ചെയ്യുന്നൊരു ലേഡിയാണ്. പക്ഷേ അവരിതിന് പോയി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം ഉണ്ടാവുകയുള്ളൂ. രാജ്യത്തിനും അത് ഗുണകരമായിരിക്കില്ല. നമ്മളെവിടെ പോകണം എന്നുള്ളൊരു കാര്യം, ഇപ്പം നാളെ ഞാൻ വാങ്ങി വിളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലോ ഒരു കൗതുകത്തിനാകാം, പക്ഷെ അല്ലാതെ ചെയ്യരുത്. അതെ. അവസാനമായി ഇത് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ, ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ് പറയുന്നത്, കർണാടക ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ കുബുദ്ധിയിൽ തീർച്ചയായും ബാനു മുഷ്താഖിനെ പോലെ അനുഗ്രഹീതയായ ഒരു എഴുത്തുകാരി ചെന്ന് വീഴാൻ പാടില്ലായിരുന്നു അല്ലേ? കാരണം ഷീ വിൽ നോട്ട് ബി റെസ്ക്യൂഡ് ബൈ എനി വൺ. തീർച്ചയായിട്ടും എനിക്കതാണ് അവരുടെ പേരിൽ ആശങ്കയുള്ളത്. ഒരു ബുക്കർ പ്രൈസ് കൊണ്ട് അവർ സംരക്ഷിക്കപ്പെടില്ല. മാത്രമല്ല സാറ് പറഞ്ഞത് വരുമ്പോൾ അവർക്ക് വലിയ സംരക്ഷണം ആവശ്യമുള്ള എഴുത്തുകാരിയുമാണ് അവർ. അതെ, കാരണം അവർ ഷീ ഈസ് അഗൈൻസ്റ്റ് ദ ക്ലർജി, എവരിതിങ്. ഇസ്ലാമിക് ക്ലർജി, ദാറ്റ് ഈസ് ടു ഡേഞ്ചറസ്. നമ്മൾ കണ്ടതല്ലേ. അവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഈ പണിക്ക് പോകേണ്ടിയിരുന്നില്ല. ഇന്ന് പോകേണ്ട ഒരു കാര്യവുമില്ല. എഴുത്തുകാരി എന്ന നിലയിൽ അവർ വാഴ്ത്തപ്പെടട്ടെ. തീർച്ചയായിട്ടും വലിയ സാംസ്കാരിക ഉത്സവങ്ങൾക്ക്, ഗവൺമെന്റിന് തന്നെ ഫെസ്റ്റിവലുകൾക്കും, അക്കാഡമിക് ഫെസ്റ്റിവലുകൾക്കും ഇതിന് പോകുന്നത് അതാണ് പ്രശ്നം. തീർച്ചയായിട്ടും മണ്ഡല നോയമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ള പണിയല്ല ഒരു എഴുത്തുകാരി. വിശ്വവിഖ്യാതയായ ഒരു എഴുത്തുകാരി പോകേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അതൊരു വളരെ അത് തന്നെയല്ല ഞാൻ അതിനകത്ത് കാണുന്നത്. ഇന്ന് വരെ ഒരു എഴുത്തിലേക്ക് കടന്നു വരാത്തൊരു സമൂഹത്തിൽ നിന്നൊരു വനിത എഴുത്തിലേക്ക് കടന്നു വരികയും അവർക്കൊരു ലോകത്തിൻ്റെ ഒരു അംഗീകാരവും ആദരവും കിട്ടുന്നതിലൊരു അഭിമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ആസ് എ റൈറ്റർ അങ്ങനെ ഒരാൾ ഉയരത്തിലേക്ക് പോകേണ്ട വഴിയെക്കുറിച്ച് സാറിനൊരു കാഴ്ചപ്പാട്. അതെ, ഇയാൾ ഇതൊന്നും പോകേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.